സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമചരതഹസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണത്തിൽ 52-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ബ്രഹ്മാവ് ഗോപന്മാരെയും പശുക്കുട്ടികളെയും ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടി മറച്ചു, കാണാണ്ടയാക്കി. നോക്കാൻ ഭഗവാൻ പോയപ്പോൾ ഗോപന്മാരെയും മറച്ചു. ഒന്നുമില്ല കാട്ടിൽ, ഭഗവാൻ മാത്രം. എന്താ ചെയ്യുക, നോക്കാലോ. ഇപ്പോൾ ഭഗവാന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് അറിയാം. ത്വാമേവ ശിക്യഗവളാതിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുപത്തക ബാലരൂപ ഗോരൂപിണീഭിരവിഗോപവധൂമയീഭിർ ആസാദിതോസി ജനനീഭിരതിപ്രകർഷാത്. ശിക്യം എന്ന് പറഞ്ഞാൽ ശിക്യം കൊമ്പ്, ഉറി. ശിക്യ ഉറിയാണ്, ഉറി കൊമ്പ് മുതലായതോടുകൂടെ. ശിക്യ ഗവളാതിമയം, ഗവളാണ് കൊമ്പ്, വിളിക്കണ ശബ്ദം ഉണ്ടാക്കി പശുക്കളെ വിളിക്കുകയാണ് ഗവളം. ശിക്യം ഉറി, ഉറി ഉറി കൊമ്പ് മുതലായ അവിടെ പാത്രങ്ങൾ ഗോപന്മാരെല്ലാം ഭഗവാൻ തന്നെ ആയിട്ട് അങ്ങോട്ട് മാറി. ഭഗവാനിപ്പോൾ അതിന് വിഷമില്ല, കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണല്ലോ. അങ്ങനെയുള്ള ഭഗവാന് സ്വല്പം പശുക്കുട്ടികളോ ഗോപന്മാരോ എന്തെങ്കിലുമൊക്കെ ആയി മാറാൻ എന്താ ഒരു വിഷമമുള്ളത്? വളരെ ചെറിയ സമയം കൊണ്ട് ആർക്കും തന്നെ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതായിട്ടുള്ള വേഗതയിലാണ്. താമസമൊന്നും ഉണ്ടായില്ല എന്നാണ്. പെട്ടെന്ന് എന്തുണ്ടായി? എല്ലാമായിട്ട് യാവൽ വത്സഭവത്സഭൽപകവപുറിയാവ കരാംഗ്രാധികം യാവട്ട് 8 വീഷാണ വേണുദളസയാവക്കരാംഗ്രാധികം എന്നങ്ങനെ അവിടെയുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് നിമിഷം കൊണ്ട് മാറി. യാവത് ശീലഗുണാഭിതാകൃതിവയോ യാവത് വികാരാധികം സർവം വിഷ്ണുമയം ഗിരോങ്കതവജ. ഗിരോങ്കവത് ആജ ബ്രഹ്മാവ് സർവസ്വരൂപവും ബഭൗ. എല്ലാതുമായിട്ട് ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് മാറി. പശുക്കുട്ടികളെ ഗോപന്മാർ, ചെറിയവരൊക്കെ ചെറിയവർ, വലിയവരൊക്കെ വലിയവർ, കറുത്തവരൊക്കെ കറുത്തവർ, വെളുത്തവരൊക്കെ വെളുത്തവർ. ഇപ്രകാരം എത്ര പശുക്കുട്ടികളും എത്ര ഗോപന്മാരും ഉണ്ടോ അതൊക്കെയായിട്ട് ഗോരൂപിണീഭിരപി ഗോപവധൂമയീഭി പറയണ അവിടുത്തെ തന്നെ ധരിക്കുന്നതിനും ഗോക്കളും ഗോപത്രികളുമായ 2 തരം അമ്മമാർ. ആ 2 തരം അമ്മമാർ, പശുക്കളുടെ അമ്മ, പശുക്കുട്ടികളുടെ അമ്മ ഗോമാത, അവരുണ്ടല്ലോ, അവരാണ് ഗോക്കൾ. പിന്നെ ഗോപത്രികൾ ഈ കുട്ടികളുടെയും ഗോപന്മാരുടെയും അമ്മ. 2 അമ്മമാരുണ്ട് അവിടെ. ഒന്ന് പശുക്കുട്ടികളുടെ അമ്മമായിട്ടുള്ള പശുക്കൾ, ഒരു അമ്മമാരാണ്. പിന്നൊന്ന് ഗോപന്മാരുടെ അമ്മമാർ. ആരാലും അറിയാതെ, ഇതൊന്നും അറിഞ്ഞേ തന്നെ ഇല്ല, ആനന്ദത്തോടു കൂടി അവരുടെ കുട്ടികളെ സ്വീകരിക്കുകയും ദിനചര്യകൾ അണുമാത്രം വ്യത്യാസം വരാതെ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു മാറ്റവും ഈ വൃന്ദാവനത്തിൽ ഉണ്ടായില്ല. താമേവ ശിക്യ ഗവളാതിമയം ദധാനു അങ്ങനെ ഉണ്ടായി മാറിയിട്ട് ഭൂയസ്ത്വമേവ പശുവത്സക ബാലരൂപ. പശുക്കുട്ടികൾ, ബാലകന്മാർ, ഈ രൂപങ്ങളെല്ലാം കൈക്കൊണ്ടിട്ട് ഗോരൂപിണീഭിരപി ഗോപവധൂമൈഭി. പശുക്കുട്ടികളുടെ മാതാവ് പശുക്കൾ, അമ്മ പശുക്കൾ എന്ന് പറയാം. പിന്നെ ഗോപന്മാരുടെ അമ്മമാരായിട്ടുള്ള ആ മാതാക്കളാലും ഒരു വ്യത്യാസം കൂടാതെ സന്തോഷത്തോടു കൂടി ഇവരെ സ്വീകരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്തു. ഒരു മാറ്റം അനുഭവപ്പെട്ടില്ല. ബലരാമന് പോലും മാറിയില്ല, മനസ്സിലറിഞ്ഞില്ല എന്നാണ് പറയണത്.
ഇവിടെ പറയണ ജീവം കി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ തനൂചൈതിരാഗഭരം വഹന്ത്യ ആത്മാനമേവതു ഭവന്തമവാപ്യസൂനും പ്രീതിം യയുർണകിയതിം വനിതാച്ചകാവ. എന്നാൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായില്ലേ എന്നങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അതുണ്ടായിട്ടുണ്ട്. എന്താ വ്യത്യാസം? എന്താണ്? ഏകദേശം ഒരു കൊല്ലത്തോളം ഉണ്ടായി എന്നാണ്. ഒറ്റ വ്യത്യാസം ഉണ്ടായി, ഒരേ ഒരു വ്യത്യാസം. അതെന്താ ചോദിച്ചാൽ അങ്ങനെ ഒന്നുണ്ടായി. ഇവർക്ക് അമ്മയായിട്ടുള്ള പശുവിന് പശുക്കുട്ടികളോടും മനുഷ്യ സ്ത്രീകൾക്ക് അവരുടെ മക്കളോടും എന്തെന്നില്ലാത്ത ഒരു സ്നേഹ ആധിക്യം ഉണ്ടായി. വേറൊന്നുമില്ല, മറ്റൊക്കെ സെയിം. അതെന്തുകൊണ്ടാണ്? ആ കാരണമാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഏതോ ഒരു ജീവൻ മകനായിട്ടോ മകളായിട്ടോ വന്നതുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ഏതോ ഒരു ജീവനാണത്രേ മകൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് മകനാവണതും മകളാവണതും. സത്യത്തിൽ നമ്മുടെ ഈ സ്നേഹത്തിന് വല്ല അർത്ഥമുണ്ടോ? നീട്ടി ചിന്തിക്കുകയാണെങ്കിൽ അർത്ഥമില്ല. കാരണം ഈ ലോകത്തിലുള്ളത് മുഴുവൻ പഞ്ചഭൂതമാണ്. നമ്മുടെ ശരീരവും പഞ്ചഭൂതമാണ്. ആ പഞ്ചഭൂതം തന്നെയാണ് മകൻ്റെയോ മകളുടെ ശരീരം. അത്രയ്ക്കായിട്ട് ചിന്തിച്ചാൽ ലോകത്തിൽ ഒന്നിനും അർത്ഥം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ സംഗതി പറയാതിരിക്കാൻ വയ്യല്ലോ, അങ്ങനെയാണല്ലോ. പഞ്ചഭൂതമാണ് ശരീരം. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. ഇതുണ്ടാക്കിയ ശരീരമാണ്. ഭൂമിക്കും വെള്ളത്തിനും വായുവിനും അഗ്നിക്കും ജീവനുണ്ടോ? ഇല്ലല്ലോ. അവ ജഡമാണ്. ജഡത്തിനെ ആരെങ്കിലും സ്നേഹിക്കുമോ? ചിലർ സ്നേഹിക്കട്ടോ, അവരുടെ വസ്തുക്കളോടുള്ള ഒരു സ്നേഹം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താ വെച്ചാൽ ജീവനാണ്. അത് ആരുടെയെങ്കിലും ആണോ? ജീവൻ, ഇന്ന ആളുടെ മകൻ, ഇന്ന ആളുടെ അച്ഛൻ, ഇന്ന ആളുടെ, ഇതൊന്നും ജീവനില്ലല്ലോ. ആത്മാവിന് അത്തരം അവസ്ഥകളും ഇല്ല. അപ്പം നമ്മൾ ആരെയാണ് സ്നേഹിക്കണത്? ആരെയല്ല. ഈ ചോദ്യം താരയോട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. ബാലി വധിക്കപ്പെട്ടപ്പോൾ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ? ദേഹാണച്ചാൽ അതോടെ കിടക്കുന്നുണ്ട്, നീ ഖേദിക്കണ്ട. ജീവനാണച്ചാൽ അത് പോവുകയും ചെയ്തു, അതൊരിക്കലും നശിക്കില്ല. ശരീരത്തിൽ നിന്ന് വിട്ടു, ഇത്രയേ ഉള്ളൂ, അത് നാശമില്ലല്ലോ. അപ്പം നീയാൾക്ക് ദുഃഖത്തിന് കാരണമുണ്ടോ? ഒറ്റ വരിയിൽ ഭഗവാൻ ഒതുക്കി. നിന്നുടെ ഭർത്താവ് ജീവനോ ദേഹമോ? രണ്ടുമല്ല. പിന്നെ എവിടുന്നാണ് ഭർത്താവ് എന്ന ഭാവം വന്നത്? മനസ്സുകൊണ്ട് സങ്കല്പിച്ചതാണ്. ആര്യാവർത്തവത്തിൽ തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. ഒരു കുട്ടിയും ജനിക്കുക, മകൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ രക്തബന്ധമോ പ്രസവിച്ചോ അതെങ്കിലും ഉണ്ട്. ഭാര്യാഭർത്തബന്ധത്തിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. അത് സങ്കല്പിക്കുന്നതായ ഈ ബന്ധം കേവലം സങ്കല്പമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ നമുക്ക് അങ്ങനെ തോന്നണില്ല. മായ കൊണ്ട് വളരെയധികം നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയാണ് ചെയ്യണത്, അല്ലേ? അത് സത്യമാണോ എന്ന് വിചാരിച്ച്, ഇതൊക്കെ തന്നെയാണ് സത്യം എന്ന് വിചാരിച്ച് സ്നേഹിക്കണു. അപ്പോൾ ഇവിടുത്തെ സന്ദർഭത്തിൽ എന്താണ് ഉണ്ടായത്? ഈ മകനായിട്ട് വരണതും പാത്രങ്ങളായിട്ട് വരണതും മുറിയായിട്ടൊരു സാധനങ്ങളോടും സ്നേഹം കൂടുതലുണ്ട്. ഒക്കെ ഭഗവാനാണ് ആയിരിക്കണത്. ഈ സാധാരണ നിലയ്ക്ക് നമ്മുടെ സാധനങ്ങളോടും നമ്മുടെ വസ്തുക്കളോടൊക്കെ നമുക്ക് സ്നേഹം ഉണ്ടാവും, ഇല്ലേ? നമ്മളൊരു സാധനം പോയി നോക്കട്ടെ, അതേ സാധനം നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിലും പൈസ ഉണ്ട് കയ്യിൽ, വിഷമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും ആ പോയതിനെ കുറിച്ച് നമ്മൾ ദുഃഖിക്കില്ലേ? പൈസയ്ക്ക് ധാരാളമുള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളൂ, ഒരു വിഷമവും. 500 രൂപയുടെ ഒരു സാധനമാണ് പോയത്, അയാളുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, 500 രൂപയിൽ എത്ര വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ അയാൾ അത്ര സന്തോഷത്തോട് കൂടിയിട്ടല്ല അത് വാങ്ങണത്. കാരണം ഈ പോയ സാധനത്തിനോട് അയാൾക്കൊരു സ്നേഹമുണ്ട്, അതല്ലേ സത്യം? അപ്പോൾ എല്ലാറ്റിനോടും നമുക്ക് സ്നേഹം ഉണ്ടാവണം. സാധാരണ തന്നെ നമുക്ക് സ്നേഹമുണ്ട്, ഇല്ലേ? നമ്മുടെ കാറ് നമുക്ക് സ്നേഹം ഉണ്ടാവില്ലേ? എല്ലാറ്റിനോടും നമുക്ക് സ്നേഹമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ടത്, ഈശ്വരൻ തന്നെയാണ് ഈ വസ്തുക്കളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ വസ്തുക്കളോടുള്ള സ്വാഭാവിക സ്നേഹം പ്ലസ് ഈശ്വരനോടുള്ള സ്നേഹം,
ഉണ്ടാവും. ഈശ്വരനോടുള്ള സ്നേഹം എന്നൊക്കെ പറയാൻ മാത്രം ഉണ്ടോ? കാര്യസാധ്യത്തിന് വേണ്ടി അമ്പലത്തിൽ പോകണു, നാമം ചോദിക്കണു എന്നല്ലാണ്ട് അപ്പോൾ അതിപ്പോൾ ഈ സ്നേഹം എന്നൊക്കെ പറയാൻ ഉണ്ടോ? അടുത്തൊരു ചോദ്യം വരാം. അതുണ്ടല്ലോ. കാരണം എല്ലാവർക്കും ഈ ജീവിതത്തിൽ സ്നേഹം ആരോടാ? ആലോചിച്ച് നോക്കൂ, ആരോടാണ് സ്നേഹം? ഒരു സംശയമില്ല, അവരവരോടന്നെ. എനിക്ക് സ്നേഹം എന്നോട്, വേറെ ആൾക്ക് സ്നേഹം അവനോനോട്. ആ സ്നേഹത്തെ ഒന്നും കൂടി ശോഭനാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു വിവാഹം കഴിച്ചളയാം. ആ സ്ത്രീക്കൊരു ജീവിതമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല പലരും കല്യാണം കഴിക്കുന്നത്, ആണോ? നമുക്ക് സുഖം ഉണ്ടാവണം. സമൂഹത്തിൽ ഞാൻ ഭാര്യാസമേതനാണ്, കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്, ഭാര്യയും പെണ്ണും പടക്കോഴി എനിക്കുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടണ സുഖത്തിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ വിവാഹം. ഇങ്ങനെ ഒറ്റയ്ക്ക് എന്തായി ജീവിച്ചിട്ട് കാര്യം? അപ്പം നമ്മളോടുള്ള സ്നേഹമാണ് ഭാര്യയോടുള്ള സ്നേഹമായിട്ട് മാറുന്നത്. അതാണ് മക്കളോടുള്ള സ്നേഹമായിട്ട് മാറുന്നത്. അതങ്ങനെ സീക്വൻസിൽ പോയാലേ സുഖമുള്ളൂ. ആർക്ക് സുഖം? നമുക്ക് സുഖം. നമ്മുടെ സുഖത്തിന് വേണ്ടിയാണ് നമ്മൾ മറ്റതെല്ലാം സ്നേഹിക്കുന്നത്. അധികം ആൾക്കാരും അവർക്കൊരു ലക്ഷ്യമില്ലാതെ ആരെയും സ്നേഹിക്കില്ല കേട്ടോ, ആരെയും സ്നേഹിക്കില്ല. അപ്പം നമ്മളോടുള്ള സ്നേഹമാണ് നമ്മുടെ ആൾക്കാരോടും വസ്തുക്കളോടും വീടിനോടൊക്കെ ഉള്ള സ്നേഹമായിട്ട് മാറുന്നത് അല്ലേ? ഇവിടെ ഈ ഉറി സാധനങ്ങൾ, ഗോപന്മാരെ, പശുക്കുട്ടികളെല്ലാം ഭഗവാനാണ്. ഇപ്പം ഭഗവാൻ എന്ന് പറഞ്ഞാൽ താനാണ്, നമ്മളാണല്ലോ ഭഗവാൻ. ഭഗവാനും നമ്മളും ഒന്നാണ്. അപ്പോൾ താൻ തന്നെയാണല്ലോ ഇവിടെ ഒരു തരത്തിൽ പശുക്കുട്ടികളും പാത്രങ്ങളും വസ്തുക്കളുമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ വസ്തുക്കൾ എന്ന് വിചാരിച്ച സ്നേഹവും പ്ലസ് താൻ ആണ് എന്നുള്ള സ്നേഹവും ഡബിൾ വരില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു വർഷക്കാലം, ബ്രഹ്മാവ് പരീക്ഷിച്ച കാലം, കൂടുതൽ സ്നേഹം ഉണ്ടായത് എന്നൊരു തത്വം ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. ജീവം കി കഞ്ചിത് അഭിമാനവശാത്, അഭിമാനം കൊണ്ട് ഏതോ ഒരു ജീവനെ സ്വകീയം, തൻ്റെ എന്ന് മനുഷ്യൻ അഭിമാനിക്കുന്നു. എങ്ങനെയാ? മത്വാ തനൂജ ഇതി രാഗഭരം വഹന്ത്യ. കഞ്ചിത് ജീവം രാഗഭരം വഹന്ത്യ തനൂജ ഇതി മത്വാ. അഭിമാനവശം കൊണ്ട് സ്നേഹം ഉണ്ടായിട്ട് അത് വഹിച്ച് തനൂജൻ, മകൻ അല്ലെങ്കിൽ മകൾ എന്ന് കരുതി, മത്വ ചിന്തിച്ച് നമ്മൾ രാഗഭരം സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ മക്കളും ഗോപന്മാരും ഉറിയും സാധനങ്ങളൊക്കെ താൻ തന്നെ ആയ പോലെയാണ്. ഞാൻ തന്നെ ഒരു പാത്രമായിട്ട് മാറുന്നു, ഞാൻ തന്നെ എൻ്റെ ഇഷ്ട സാധനമായിട്ട് മാറുന്നു, ഞാൻ തന്നെ എൻ്റെ മകനായിട്ട് മാറുന്നു. ഞാൻ തന്നെ. കാരണം ഞാനാരാ? ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഭഗവാൻ. അപ്പം നമ്മളോടുള്ള സ്നേഹം, പുത്രനോടുള്ള സ്നേഹം, ഇവിടെ അത് രണ്ടും ഒന്നായി തീരുന്നു, രണ്ടായിട്ട് തീരുന്നില്ല. രണ്ടായി തീരുമ്പോൾ തന്നെ നമുക്ക് സ്നേഹമുണ്ട്. ഒന്നായി തീരുമ്പോൾ പിന്നെ എങ്ങനെ സ്നേഹം ഇല്ലാണ്ടിരിക്കാൻ? വേറെ ഡെഫിനിഷനോ ആവശ്യമില്ല. ഉണ്ടോ? വേറെ ഡെഫിനിഷനോ വേറെ ഫോർമുലയോ ആവശ്യമില്ല. ആത്മാനമേവതു ഭവന്തമവാപ്യസൂനും. ഗുരുവായൂരപ്പ, അങ്ങേ തന്നെ പുത്രനായിട്ട് ഇവർക്ക് കിട്ടി. അങ്ങെന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, ആത്മാവാണ്. ഓരോരുത്തരുടെ ഉള്ളിലുള്ള അന്തര്യാമിയാണല്ലോ ഭഗവാൻ. അങ്ങേ കിട്ടി. ആത്മാനമേവത് ഭവന്തം അവാപ്യസൂനും. സൂനു പുത്രനായിട്ട് കിട്ടിയിരിക്കുകയാണ്. ആരെയാ കിട്ടിയേ? ഭഗവാനെ തന്നെ. അപ്പോൾ അധികം സ്നേഹം ഉണ്ടായാലും എന്താണ് അത്ഭുതം? പ്രീതിം ജയുർ ന കീയതിം വനിതാശ്ചഗാവ. അത്രമാത്രം സന്തോഷം ആ സ്ത്രീകളും പശുക്കളും അനുഭവിച്ചു. പശുക്കൾ അവരുടെ പശുക്കുട്ടികളെ പുത്രനായിട്ട് ഭഗവാനെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ. അവരറിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും അറിഞ്ഞില്ലെങ്കിലും അതിൻ്റെ അനുഭവം ഉണ്ടാവുമല്ലോ. ചില വസ്തുക്കൾ അറിയണം എന്നുണ്ടോ ഇല്ല, അതിൻ്റെ അനുഭവം ഉണ്ടാവാൻ ഉണ്ടോ? നല്ലൊരു വസ്തു നമ്മൾ അനുഭവിച്ചു, അതെന്താണെന്ന് അറിഞ്ഞില്ല. ഒരു പുതിയൊരു വിഭവം തന്നെ, അടിപൊളി സ്വാദുള്ള ഒരു വിഭവം. മധുരാവാം, വേറൊന്നാവാം, എന്താണെന്നേ അറിയില്ല അവർക്ക്. കഴിച്ചിട്ടാ ചോദിക്കാം, ഇതെന്താ ഈ സാധനം ഇപ്പം തനിക്ക് തന്നത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തൊരു സ്വാദായിരുന്നു അത്.
അപ്പോൾ അറിഞ്ഞിട്ടാണോ ആനന്ദം അനുഭവിച്ചത്? അതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കിയ ആൾ വിശദീകരിച്ച് കൊടുക്കും. ഇതുവരെ ഉണ്ടാക്കാത്തൊരു പുതിയ ഐറ്റമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരാൾ നന്നായിട്ടുണ്ട് കേട്ടോ, അസ്സലായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവാണോ നമുക്ക് സുഖത്തെ തരുന്നത്? നല്ലൊരു AC ഇട്ടു, ആ AC-യുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നറിഞ്ഞിട്ടാണോ നമുക്ക് തണുപ്പ് കിട്ടണത്? ഓൺ ചെയ്തു തണുപ്പ് കിട്ടണു, അതെങ്ങനെ പ്രവർത്തിക്കണു അതൊന്നും അറിയില്ല. അത് പഠിച്ചവർക്ക് അറിയും. അപ്പം അതിനെക്കുറിച്ചുള്ള അറിവല്ല അതിൻ്റെ അനുഭവം നമുക്കുണ്ടാക്കുന്നത്. ഈശ്വരകാര്യത്തിൽ വിശേഷതാണ്, അതിനെ അറിയാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടാക്കാം വേണമെങ്കിൽ, ഭക്തിയോട് കൂടിയിട്ട് ഭക്തി അനുഭവിക്കാം. ഭഗവാനെ അനുഭവിക്കാൻ പറ്റില്ല, തന്നെയാണ് ഭക്തി കൂടെ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. അറിഞ്ഞിട്ടല്ല, പറഞ്ഞു കൊടുക്കാനോ അറിഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങയെ തന്നെ പുത്രനായി കിട്ടിയിട്ട് ആ ഒരു സംഗതി അറിയാതെ തന്നെ അവർക്ക് ആനന്ദം ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വ തനൂജ ഇതിരാഗപരം വഹന്ത്യ. സ്നേഹാധിക്യത്തെ പകർന്ന് തനൂജൻ എന്ന് വിശേഷിച്ച് മകൻ എന്ന് കരുതി, മകനോ മകളോ ആവട്ടെ, ആത്മാനമേവത് ഭവന്തമവാപ്യസൂനും, ആത്മാവായിരിക്കുന്ന അങ്ങയെ തന്നെ പുത്രനായിട്ട് കിട്ടിയിട്ട് പ്രീതി ഏയൂർ, അവർ പ്രീതിയും സന്തോഷത്തെയും പ്രാപിച്ചു. പ്രീതിയും ഏയൂർ എന്ന് പറഞ്ഞാൽ ഏത് തന്നെ സന്തോഷാവസ്ഥയാണ് പ്രാപിക്കാതിരുന്നത്? എല്ലാ സന്തോഷാവസ്ഥയും പ്രാപിച്ചു. അതിനെ ചോദിക്കുമല്ലോ ചിലപ്പോൾ, നെഗറ്റീവിൽ ചോദിച്ചാൽ ഉത്തരം പോസിറ്റീവാണ്. പ്രീതിയും ഏയൂർന കീയതിയും വനിതാശ്ച ഗാവ, ആ സ്ത്രീകളും പശുക്കളും ഏതൊക്കെ അവസ്ഥാന്തരത്തെ സന്തോഷത്തെ പ്രാപിച്ചില്ല? ത്വമേവ ശിക്യകവളാതിമയം ദധാനോ ഭൂയസ്ത്വമേവ പശുവത്സകബാലരൂപ. പശുക്കുട്ടികൾ മുതലായിട്ടുള്ളവരൊക്കെ രൂപമായിട്ട് ഭഗവാൻ മാറി. ഗോരൂപിണി ബിരബി ഗോപവധൂമയീബി, അമ്മയായിട്ടുള്ള പശുക്കളും അമ്മയായിട്ടുള്ള സ്ത്രീകളും ആനന്ദം അനുഭവിച്ചു. ആസാദിതോസി ജനനീബിരതിപ്രകർഷാൻ തത്വമാണ് ജീവം ഹി കഞ്ചിത് അഭിമാനവശാത് സ്വകീയം മത്വാ തനൂജൈതിരാഗവരം വഹന്ത്യ. ഏതോ ഒരു പുത്രന് ജീവനായിട്ട് വന്നിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അതിൽ തന്നെ നമുക്ക് അത്യധികം സ്നേഹമുണ്ട്. ഈശ്വരൻ തന്നെ ആ കുട്ടിയായിട്ട് വന്നാലോ അത്രയേ ഉള്ളൂ. ആത്മാനമേവത് ഭവന്തമവാപ്യസൂനും, അങ്ങയെ തന്നെ പുത്രനായിട്ട് കിട്ടി ഇവർക്ക്. പ്രീതിം നഖീയതിം വനിതാശ്ച കവ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.